എല്ലാവർക്കും ലൈഫ് ടി വിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ബീർബഹൂട്ടി എന്ന കഥയുടെ അവസാന ഭാഗം ചർച്ച ചെയ്യുകയാണ്. എല്ലാവരെയും ആ ഭാഗത്തിലേക്ക് ക്ഷണിക്കുന്നു. പാർട്ട് 2-വിൽ നമ്മൾ ചർച്ച ചെയ്തത് ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന സമയത്ത് ബേളയുടെ തലയിൽ സഫേദ് പട്ടി ബന്ദീതി അഥവാ വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു എന്നും കുട്ടികളൊക്കെ അവളെ പലതരത്തിൽ കളിയാക്കിയിരുന്നു എന്നും ഇത് സാഹിൽ കാണാൻ ഇടയാവുകയും സാഹിലിൻ്റെ ദുഃഖഭരിതമായ സംഭാഷണവും അവൾ പറഞ്ഞ രസകരമായ അഥവാ ചത്ത് സെഗർഗൈ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ രസകരമായ കാര്യവുമാണ് അഥവാ സംഭാഷണവുമാണ് നമ്മൾ പഠിച്ചത്. അപകടത്തിൽ പോലും ഈ സുഹൃത്തുക്കൾ തമ്മിൽ വളരെ അടുപ്പമുണ്ട് എന്ന് പറയുന്ന വരികളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിക്കുക. രവിവാർ കാ ദിൻ ഥാ, ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹിൽ തൻ്റെ വീട്ടിൽ നീം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ് മരത്തിനെയാണ് നീം എന്ന് പറയുന്നത്. ആര്യവേപ്പ് മരത്തിൻ്റെ ഡാലി പക്കടുക്കർ ജൂം രഹാദ, ഡാലി പിടിച്ചിട്ട് അഥവാ കൊമ്പ് പിടിച്ചിട്ട് ജൂം രഹാദ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഹി ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൽത്താ ഥാ, അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു ആടിയിരുന്നത്. അചാനക് ടൂട്ട സ്റ്റൂൾ കീയക്ക് കീൽ, പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു കീൽ എന്ന് പറഞ്ഞാൽ കൂർത്ത കുറ്റി അല്ലെങ്കിൽ ആണി എന്ത് ചെയ്തു? സാഹിൽക്ക് പിണ്ടലി മേലകുകയും സാഹിലിൻ്റെ പിണ്ടലിയിൽ കൊണ്ടു. പിണ്ടലി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കാലിൻ്റെ പിറകുവശത്തിനാണ് പിണ്ടലി എന്ന് പറയുന്നത്, അഥവാ ഫൂട്ടിൻ്റെ പിറകുവശത്ത് കൊണ്ടു. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോകയ, 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടായി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഞായറാഴ്ച ദിവസം സാഹിൽ തൻ്റെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കല്ല ഞായറാഴ്ച ദിവസം. അപ്പോൾ സാഹിൽ തൻ്റെ വീട്ടിലൊരു ആര്യവേപ്പ് മരമുണ്ട്. ആ ആര്യവേപ്പ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു പൊട്ടിയ സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു ആടിയിരുന്നത്. ആ ആടി ഇങ്ങനെ വരുമ്പോൾ ആ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി അവൻ്റെ പിണ്ടലി മേലകുകയും പിണ്ടലിയിൽ കൊണ്ടു, കാലിൽ കൊണ്ടു. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോകയ, 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചു. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेड़ा गड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഞായറാഴ്ച ദിവസം അവൻ ആര്യവേപ്പിൻ്റെ കൊമ്പ് പിടിച്ച് ഊഞ്ഞാലാടുന്ന സമയത്ത് പെട്ടെന്ന് അവനക്ക് ഒരു അപകടം സംഭവിക്കുകയാണ്. അവൻ എന്ത് ചെയ്തു നോക്കൂ. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അവനെ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പട്ടി വെച്ച് അഥവാ ബാൻഡേജ് വെച്ച് കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി, അഥവാ മുറിവ് കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേക്കാക്കി, അവൻ കണ്ടു എന്തെന്നാൽ 2 ലോഗോं को छोड़कर आगे बेड़ा गड़ी है, 2 ആളുകളുടെ മുമ്പിലായിട്ട് ബേള ഗടി ഹെ, ബേള നിൽക്കുന്നുണ്ട്. അപ്പോൾ ബേള എന്തിനു വന്നതായിരിക്കും? മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വന്നതായിരിക്കും. അപ്പോൾ അവൻ കണ്ടു 2 ആളുകളുടെ മുമ്പിലായിട്ട് എന്തുണ്ട്? ബേള ഗടി ഹെ, ബേള നിൽക്കുന്നുണ്ട്. സിർമേം പട്ടി ബന്ധുവാനായി ഹെ, തലയിൽ ബാൻഡേജ് വെച്ച് കെട്ടാൻ വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे. സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ക്ലാസ്സിലും ഒരുപാട് ദിവസങ്ങൾ 2 ഇങ്ങനത്തെ കുട്ടികളെ കാണപ്പെട്ടു. जिनमें से एक के सिर पर പട്ടി ബന്ദി ഹോത്തി, അതിൽ ഒരാളുടെ തലയിൽ എന്ത് ചെയ്തിരുന്നു? ബാൻഡേജ് കെട്ടിയിരുന്നു. ഏകയ്ക്ക് പിണ്ടലിമേ, ഒരാളുടെ കാലിലും.
അപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോൾ ഒന്നിച്ചാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക്, അത്ര സൗഹൃദമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. അപ്പോൾ ഈ ഒന്നിച്ച് പോകുമ്പോൾ ഒരാളുടെ തലയിലും ഒരാളുടെ കാലിലും ബാൻഡേജ് കെട്ടിയതായിട്ട് എന്ത് ചെയ്തു, കാണപ്പെട്ടു. സഫേദ് പട്ടിവാല ഏതോനോ, ബാൻഡേജ് കെട്ടിയ ഈ രണ്ടാളും, വെള്ള ബാൻഡേജ്, സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിനാണ് പറയുന്നത്, വെള്ള ബാൻഡേജ് കെട്ടിയ ഈ രണ്ടാളും കഹീം പർഭി, എവിടെയും സാത്തിഹി ദിക്കായി ദേത്തെ, കൂടെ തന്നെ കാണപ്പെട്ടു. നമ്മൾ പറഞ്ഞു അത്യധികം സൗഹൃദമുള്ള ആൾക്കാരാണ്, ഒപ്പാണ് ഇരിക്കുന്നത്, ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, പുസ്തകം വായിക്കുന്നത്. ഒരാൾ വായിക്കുന്നത് തന്നെ മറ്റാൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബാൻഡേജ് കെട്ടിയ, വെള്ള ബാൻഡേജ് കെട്ടിയ ഈ രണ്ടാളെയും ഒന്നിച്ചെന്ത് ചെയ്തു, എവിടെയും കാണപ്പെട്ടു. സൗഹൃദമായി പോയിരുന്ന അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖകരമായ നിമിഷം കടന്നു വരികയാണ്. SLC എക്സാമുകൾക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ ഭാഗം നിങ്ങൾ പഠിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. 5वीं कक्षा का रिजल्ट आ गया, दोनों चढ़ी में आ गए, ये स्कूल 5वीं तक ही था. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ചടിമേ ആകെ, രണ്ടാളും 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ചു. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? യഹ് സ്കൂൾ 5वीं तक ही था, ഇതായിരുന്നു ദുഃഖകരമായ കാര്യം. ഈ സ്കൂൾ അത്ര 5वीं तक ही था, 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇനി വ്യത്യസ്ത സ്കൂളുകളിലേക്ക് പഠിക്കാൻ പോകേണ്ടി വരും. നമുക്കൊന്ന് നോക്കാം. സാഹിൽ അബ് തും കഹാ പഠോഗെ, ബേളാനെ പൂച്ച. അപ്പോൾ ബേള ചോദിക്കുകയാണ്, സ്കൂളിൻ്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ റോട്ടിലൂടെ വരുന്ന സമയത്ത് ചോദിക്കുകയാണ്, സാഹിൽ അബ് തും കഹാ പഠോഗെ. എന്താ ചോദിച്ചത്? സാഹിൽ അബ് തും കഹാ പഠോഗെ, സാഹിലെ ഇപ്പം നീ എവിടെ പഠിക്കും? തും എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാണ്. അഥവാ ഹിന്ദിയുടെ പ്രത്യേകത അതാണ്. ഒരേ വയസ്സുള്ളവരെന്ത് അഭിസംബോധന ചെയ്യുമ്പോൾ എന്താ, നിങ്ങളെന്നാണ് അഭിസംബോധന ചെയ്യുക. നിങ്ങളെവിടെ പഠിക്കും, അല്ലെങ്കിൽ നീ എവിടെ പഠിക്കും? ആൺകുട്ടികൾ പെട്ടെന്ന് മറുപടി പറയുമോ? പറയില്ലല്ലോ. സാഹിലിനെ പൂച്ച, സാഹിൽ തിരിച്ചു ചോദിക്കുകയാണ്, എന്ത്? അവർ തും കഹാം പഠോഗി ബേള, നീ എവിടെ പഠിക്കും ബേളെ, അത് ഫസ്റ്റ് പറ. അപ്പോൾ ബേള പറയാണ് മറുപടി, മേരാ പാപ്പ കഹ രഹേ थे कि मुझे രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കെ. അവർ തും, എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു നിന്നെ രാജകീയ കന്യാ പാഠശാലയിൽ പഠിപ്പിക്കുമെന്ന്. അഥവാ അവളുടെ അച്ഛൻ പറഞ്ഞിരിക്കണെന്ത്, രാജകീയ കന്യാ പാഠശാല, അഥവാ ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് ആര് പറഞ്ഞു? ബേള പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുക, അർത്ഥം നിങ്ങളോ, നീ എവിടെ പഠിക്കണമെന്ന്. അപ്പോൾ സാഹിൽ അതിന് മറുപടി പറയുന്നു, നോക്കൂ. മുझे अगले साल अजमेर भेजना है, എന്നെ അടുത്ത വർഷം അജ്മീർക്ക് അയക്കും. वहाँ में एक हॉस्टल है, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. घर से दूर वहाँ अकेला रहूँगा, വീട്ടിൽ നിന്ന് ദൂരത്ത് അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കും എന്നാണ് ആര് മറുപടി പറയുന്നത്? സാഹിൽ. എന്താ പറഞ്ഞത്? എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് ഭേജ് ദേങ്കെ, അയക്കും. വഹാമേക്ക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സെ ദൂർ വഹാം അകേലെ രഹൂങ്ക, വീട്ടിൽ നിന്ന് ദൂരത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്ക്, അകേല എന്ന് പറഞ്ഞാൽ എലോൺ, ഒറ്റയ്ക്ക് നിന്ന് ഞാൻ എന്ത് ചെയ്യും? പഠിക്കും. അപ്പോൾ ബേളക്ക് ദുഃഖം ഉണ്ടാവില്ലേ? അപ്പോൾ ബേള പറയാണ്, എന്തിനത് സാഹിലെ, എന്തിനാണ്ടൊക്കെ ഫോണ്? അപ്പോൾ സാഹിൽ പറയുന്ന മറുപടി നോക്കൂ. അറിയില്ല എന്തിനാണെന്ന്, എൻ്റെ അച്ഛൻ പറഞ്ഞതാ, എനിക്കങ്ങനെ അറിയില്ല എന്തിനാണെന്ന്. അപ്പോൾ വളരെ ദുഃഖത്തോടു കൂടി നമ്മുടെ ബേള അവനോട് പറയുന്ന ചോദിക്കുന്നത് നോക്കൂ. ഇനി ഫുലേരിലും ഉണ്ടാവില്ലേ? അപ്പോൾ സാഹിൽ മറുപടി പറയാണ്, ഉണ്ടാവില്ല, ഞാൻ ഫുലേരിയിലും ഉണ്ടാവില്ല.
तुम्हारा रिपोर्ट कार्ड दिखाना, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് കാണിച്ചേ. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. സാഹിൽ ബേള കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ. സാഹിൽ ബേളയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരുന്നു. അവർ ബേള സാഹിൽ കാ, ബേള സാഹിലിൻ്റെയും. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഗ്രസ് റിപ്പോർട്ട് എന്ത് ചെയ്തു, കൈമാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേഖകൻ പറയാണ്, ആജ് ആഖിരി ബാരി, ഇന്ന് അവസാന ടൈമാണ്, അവസാന തവണയാണ്. വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ചൂ കർ ദേഖ് രഹേ തേ. അവർ ഒരാൾ മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂക്കാർ തൊട്ടിട്ട് ദേഖ് രഹേ തേ, നോക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർ തമ്മിലുള്ള സൗഹൃദം മുന്നോട്ട് പോവില്ല. അപ്പോൾ അവസാന ടൈമാണ് ഒരാളുടെ വസ്തുവിനെ, മറ്റൊരാളുടെ വസ്തുവിനെ എന്ത് ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലേഖകൻ പറയുകയാണ്. ഇങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബേളക്ക് അതിയായ ദുഃഖം തോന്നി. അപ്പോൾ ഇത് കണ്ടിട്ട് സാഹിൽ ചോദിക്കുകയാണ്, तुम्हारे आंखों में आंसू क्यों आ रहा है बेला? നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് എന്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് വേളെ? എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചത്? നിൻ്റെ കണ്ണുകളിൽ നിന്ന് ആംസു, ആംസു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ, കണ്ണുനീർ ക്യോം ആ രഹേ, എന്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് നീ കരയുന്നത് ബേളെ? അപ്പം ബേള പറയാണ്, മുझे क्या पता, എനിക്ക് എന്തറിയാം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണെന്ന്. ബേളാനെ ഡബ് ഡബായി ആങ്കോം സെ ഹംസ്തേ ഹുയെ കഹ. ബേള കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബേള ഡബ് ഡബാന എന്ന് പറഞ്ഞാൽ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദുഃഖം ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, പുറത്തേക്കൊരു ചിരിയോടുകൂടി ഉത്തരം നൽകുകയാണ്, मुझे क्या पता, എനിക്കെന്തറിയാം. साहिल की आंखें बीरबहूटी की तरह लाल होने लगी थीं और उनमें बारिश की बूंदों सा पानी भर गया था. बेड़ा कहने लगी, मैं चिढ़ाऊंगा अब तुम्हें, रोनी सूरत साहिल, रोनी सूरत साहिल. സാഹിൽ की आंखें, സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിക്ക് തരഹ് ലാൽ ഹോനെ ലഗി थी, ബീർ ബഹൂട്ടികളെ പോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു. എന്ന് പറഞ്ഞാൽ അവനക്കും എന്ത്, നമ്മളെ കണ്ണൊക്കെ എപ്പോഴാണ് ചോക്കൽ, ദേഷ്യപ്പെടുമ്പോഴല്ലേ, ദുഃഖം വരുമ്പോഴും ഇല്ലേ, കരയുമ്പോഴും നമുക്ക് ചുവപ്പ് അനുഭവപ്പെടും. അപ്പോൾ അവൻ്റെ കണ്ണുകൾ എന്ത് ചെയ്തിരുന്നു, ബീർ ബഹൂട്ടികളെ പോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു. ഉന്മേ ബാരിഷ് കി ബൂന്തോം സാ പാനി ഭർ ഗയാ താ, അതിൽ മഴത്തുള്ളികളെ പോലെയുള്ള വെള്ളം നിറഞ്ഞിരുന്നു. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, മഴയെ പോലെയുള്ള ബൂന്തോം, ബൂന്തോം എന്ന് പറഞ്ഞാൽ തുള്ളികളെ പോലെയുള്ള വെള്ളം എന്ത് ചെയ്തിരുന്നു, നിറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ സാഹിലും ഇത് കണ്ടിട്ട് എന്ത് ചെയ്താൽ തുടങ്ങി, കരയാൻ തുടങ്ങി എന്നർത്ഥം. ഇത് കണ്ടപ്പോൾ ബേള കഹിനെ ലഗി, ബേള പറയാൻ തുടങ്ങി, ബേള കളിയാക്കുകയാണ് എന്ത്, मैं चिढ़ाऊंगा अब तुम्हें, ഞാൻ ഇപ്പോൾ ശാഠ്യം പിടിപ്പിച്ചാ. ഞാൻ നിന്നെ ഇപ്പോൾ ശാഠ്യം പിടിപ്പിച്ച് തരാം. ചിടാന എന്ന് പറഞ്ഞാൽ ശാഠ്യം പിടിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക എന്നർത്ഥം. എന്താ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു? റാണി സുരത്ത് സാഹിൽ, റാണി സുരത്ത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ. കരയുന്ന മുഖമുള്ള അഥവാ മുഖഭാവമുള്ള സാഹിൽ, കരയുന്ന മുഖഭാവമുള്ള സാഹിൽ. സൂരത്ത് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എന്നാണ് യഥാർത്ഥ അർത്ഥം. അപ്പോൾ കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവനെന്ത് ചെയ്യാണ്, ബേള ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബേളക്കും വളരെയധികം ദുഃഖമുണ്ട്. ആ ദുഃഖത്തോടു കൂടി തന്നെ അവൻ്റെ ദുഃഖം ശമിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു, ബേള ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയാണ് മക്കളെ ആ കോൺവെർസേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതിൽ ഈ പാരഗ്രാഫിൽ ആദ്യത്തെ 2 വരികൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് ആ വരികൾ. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी, उनमें बारिश की बूंदां सा पानी भर गया था. ഇവിടെ നിന്ന് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അവരുടെ വിടവാങ്ങലിലേക്ക്, ആ അനിവാര്യമായ വിടവാങ്ങലിലേക്ക് നമ്മൾ കടക്കുകയാണ്.
बारिशें आने में 1.5 महीना बाकी था, लेकिन यही बारिशों से पहले की बारिश का एक दिन था। आसमान में घटाएं गिरी थी, धूल भरी तेज़ हवाएं चल रही थी, पानी बरस रहा था। फुलेरा कस्बे की बादल छाई एक गली में 5वीं से चढ़ी में चली गई एक लड़की जा रही थी। उसके बूढ़े बाल बीर बहूटी के रंग के लाल रिबन बंधे थे। दूसरी दिशा को जाती एक गली में 5वीं से चढ़ी में गया एक 11 साल का लड़का जा रहा था। इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. എന്താണെന്ന് പറയുന്നത് നോക്കൂ. ബാരിഷേം ആനെ മേ 1.5 മഹീന ബാക്കി ഥ. മഴ വരാൻ ഇനിയും 1.5 മാസം, 1.5 എന്ന് പറഞ്ഞാൽ 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. लेकिन यही बारिशों से पहले की बारिश का एक दिन था. എന്നാൽ ഇത് മഴയ്ക്ക് മുമ്പെയുള്ള ഒരു മഴയുടെ ദിവസമായിരുന്നു. നമ്മൾ പറയല്ലോ മഴയ്ക്ക് മുമ്പ് ഇടമഴകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ആ ഒരു മഴയുടെ ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘടായേം ഗിരി ഥി. ആകാശത്ത് മേഘങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആകാശം മേഘാവൃതമായിരുന്നു. ധൂൽ ഭരി തേസ് ഹവാം ചൽ രഹി ഥി. ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി നിറഞ്ഞ തേസ് ഹവ, സ്പീഡിലുള്ള കാറ്റുകൾ എന്ത് ചെയ്തു, ചൽ രഹി ഥി, വീശിക്കൊണ്ടിരുന്നു. പനി ബറസ് രഹാദ, മഴ വർഷിച്ചു കൊണ്ടിരുന്നു. അപ്പം നമുക്ക് ഇത് അവരുടെ കണ്ണുനീരിനോടും നമുക്ക് ഉപമിക്കാം. കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു മഴയെ പോലെ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണുനീര് വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഈ മഴയെ ഉപമിക്കാൻ കഴിയും. നോക്കൂ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മഴക്കാലം ഇനിയും വരാൻ 1.5 മാസം ബാക്കിയുണ്ട്. എന്നാൽ മഴയ്ക്ക് മുമ്പെയുള്ള ഒരു ഇടക്കാല മഴയായിരുന്നു ഇത്. ആകാശത്ത് മേഘങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു, പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു, പനി ബറസ് രഹാദ, മഴ വർഷിച്ചു കൊണ്ടിരുന്നു. ഫുലേരെ കസ്ബേ കി ബാദൽ ചായി ഏക്ക് ഗലിമേ, ഫുലേര എന്ന ചെറിയ പട്ടണത്തിലെ മഴമേഘങ്ങളാൽ നിറഞ്ഞ ഏക്ക് ഗലിമേ, ഒരു തെരുവിൽ 5वीं से चढ़ी में चली गई, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ഏക്ക് ലഡ്കി ജാ രഹി ഥി, ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഫുലേര എന്ന ചെറിയ പട്ടണത്തിലെ ഒരു തെരുവിലേക്കതാ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഉസ്കെ ബൂരെ ബാൽ, അവളുടെ തവിട്ട് കളറുള്ള മുടിയിൽ ബീർ ബഹൂട്ടി കെ രംഗ് കെ ലാൽ റിബൻ ബന്ധേത്, ബീർ ബഹൂട്ടിൻ്റെ കളറുള്ള ചുവപ്പ് റിബൻ കെട്ടിയിരുന്നു. അപ്പോൾ ഒരാളങ്ങ് പോയില്ലേ. ദൂസരി ദിശാക്കോ ജാത്തി, മറ്റൊരു ദിശയിലേക്ക് പോകുന്ന ഏക്ക് ഗലീമേ, ഒരു തെരുവിൽ അതാ 5वीं से चढ़ी में गया, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ഏക്ക് 11 साल का लड़का जा रहा था, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്കി പിണ്ടലി മേ, അവൻ്റെ കാലിൽ ബീർ ബഹൂട്ടിക്ക് രംഗ് കാസ, ബീർ ബഹൂട്ടിൻ്റെ കളറുള്ള ഏക്ക് ഇഞ്ച്, ഒരു ഇഞ്ച് ലംബ നീളമുള്ള ചോട്ട് കാ നിഷാൻ ഥ, മുറിവിൻ്റെ അടയാളമായിരുന്നു. നിഷാൻ എന്ന് പറഞ്ഞാൽ അടയാളം, ചോട്ട് എന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ അടയാളമായിരുന്നു. അങ്ങനെ രണ്ടാളും വളരെ ദുഃഖത്തോടുകൂടി തെരുവിൻ്റെ 2 ഭാഗങ്ങളിലേക്ക്, 2 ദിശകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഈ പാഠഭാഗം അവസാനിച്ചു. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അറിയാൻ